കൊല്ലപ്പള്ളി തറവാട്ടിൽ അലീനയുടെ മനസ്സ് അഗ്നിയിൽ ചുട്ടെടുക്കുന്ന സ്വർണത്തെ പോലെ ഓരോ നിമിഷവും കൂടുതൽ കൂടുതൽ കരുത്താർജിക്കുകയായിരുന്നു. ഒരു തടവുകാരുടെ നിസ്സഹായതയോടെയോ അതോ ഒരു രഹസ്യ ദൗത്യം പേറുന്ന സൈനികന്റെ ദൃഢതയോടെയോ അവൾ അവിടെ കഴിഞ്ഞിരുന്നതെന്ന് പുറമെയുള്ളവർക്കൊന്നും തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കുടുംബനാഥനായ ബാലചന്ദ്രൻ തന്നോട് രഹസ്യമായി പങ്കുവച്ച ആ സത്യങ്ങൾ താൻ ആ വീട്ടിൽ നിന്നും ഒരടി പോലും പുറത്തേക്ക് പോകരുതെന്ന് ഉറച്ച തീരുമാനത്തിലേക്ക് അവളെ നയിച്ചു. താൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവുക എന്നാൽ ഈ കുടുംബത്തിൻ്റെ അടിത്തറ ഇളകിപ്പോവാൻ കാരണമാകുമെന്ന ബോധ്യം അവളെ തളച്ചിട്ടു. അമ്മക്ക് നൽകിയ വാക്ക്, ബ്രിജിത്താമ്മയ്ക്ക് നൽകിയ വാക്ക് അവളുടെ ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രമായിരുന്നു. താൻ സംരക്ഷിക്കാനായി വന്ന കുടുംബം തൻ്റെ അഭാവത്തിൽ തകർന്നു പോകുന്നത് അവൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല. അതുകൊണ്ട് അകത്തു നിന്നും പുറത്തു നിന്നും നേരിടുന്ന അവഹേളനങ്ങളും ഒറ്റപ്പെടുത്തലുകളും അവൾ മൗനമായി നേരിട്ടു. അലീനയെ ഈ വീട്ടിലേക്ക് എത്തിച്ച മനു അവൾക്ക് വേണ്ടിയിട്ട് ഒരു അനുരഞ്ജന ശ്രമത്തിന് വന്നുവെങ്കിലും ആ വീട്ടിലെ കെട്ടുപാടുകൾ തകർക്കാനൊന്നും അയാൾക്ക് കഴിഞ്ഞില്ല. എല്ലാവരും അകന്നു പോകുന്ന അവസ്ഥയിൽ മനുവിൻ്റെ ആശ്വാസത്തിന് ഒരു വാക്കുപോലും ആരോടും പറയാൻ സാധിക്കാതെയായി. ഏറ്റവും വേദനിച്ചത് മുത്തശ്ശിയുടെ മനംമാറ്റമായിരുന്നു. കമലയുടെ ആട്ടും തുപ്പും സഹിച്ച് മറ്റൊരാളുടെ ആശ്രയമില്ലാതെ കഴിഞ്ഞിരുന്ന മുത്തശ്ശിക്ക് അലീന ഒരു താങ്ങും തണലുമായിരുന്നു. എന്നാൽ വൈജയന്തിയുടെ പക്ഷത്തേക്ക് അവർ ചായ്വ് കാണിക്കാൻ തുടങ്ങിയതോടെ അലീനയോടുള്ള സമീപനം പാടെ മാറി. നന്ദിയില്ലാത്ത സ്വഭാവമാണ് മുത്തശ്ശിയുടേത് എന്ന് മനു പോലും മനസ്സിൽ കുറിച്ചു. നീയാണല്ലോ ഇവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഏതു വിധേനയും നീ ഇവളെ ഇവിടെ നിന്നും പടിയിറക്കണം. എനിക്കിനി ഇവളെ ഇവിടെ വേണ്ട. വൈജയന്തി മുത്തശ്ശിയുടെ ചെവിയിൽ മന്ത്രിച്ചതും മുത്തശ്ശി അതേ വാക്കുകൾ തന്നെ മനുവിനോട് ആവർത്തിച്ചു. അവളെ ഞങ്ങൾക്ക് വേണ്ട. ഒരു വേലക്കാരിയുടെ കാര്യം കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് അവൾ ഇവിടെ നിൽക്കുന്നത്? ഈ വാക്കുകൾ മനുവിനെ ക്ഷുഭിതനാക്കി. അപ്പോൾ മുത്തശ്ശിക്ക് ഇത്രയുള്ളൂ അല്ലേ? പാലം കിടക്കുവോളം നാരായണ, അത് കഴിഞ്ഞാൽ പിന്നെ കൂരായണ എന്നൊരു ചൊല്ലു കേട്ടിട്ടുണ്ട്. മുത്തശ്ശി ഇപ്പോൾ കാണിക്കുന്നതും ആ സ്വഭാവം തന്നെയാണ്. മനുവിൻ്റെ സ്വരം ഉയർന്നു. എന്നാൽ തകരാൻ പോകുന്ന കുടുംബത്തിന് ന്യായം പറഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശി മനുവിൻ്റെ വായടപ്പിച്ചു. വൈജയന്തിയുടെ മനസ്സാക്ഷി ഇല്ലായ്മയുടെ അങ്ങേയറ്റം മനുവിനെ വിഷമിപ്പിച്ചു. ബാലചന്ദ്രൻ അങ്കിളിന് എന്തു പറ്റി? സ്വന്തം ഭാര്യയും മക്കളും വിഷമം കാണാതെ അവർക്കൊരു ജോലിക്കാരിയെ മതിയോ? ഈ കുടുംബം തകർന്നു പോവാൻ അവൾ കാരണക്കാരിയാവുമോ? മനുവിൻ്റെ ഈ ചോദ്യങ്ങൾ കേട്ട് മുത്തശ്ശി അലീനയ്ക്കെതിരെ സംസാരിച്ചു. ബാലചന്ദ്രൻ ഇതറിഞ്ഞ മുത്തശ്ശിയെ അടിച്ചിറക്കും കൊല്ലപ്പള്ളിയിലേക്ക്. കാരണം ഇത്രയും വലിയ ചതി ചെയ്തിട്ടും അദ്ദേഹം ചെലവ് ചെയ്ത് മരുന്നും ഭക്ഷണവും നൽകി സംരക്ഷിച്ചിട്ടും മുത്തശ്ശിക്കപ്പോഴും നന്ദിയില്ല എന്ന് മനു ചിന്തിച്ചു. അലീനയുടെ അവസ്ഥ മനുവിനെ കൂടുതൽ വേദനിപ്പിച്ചു. കൃഷ്ണമോളുടെ സ്നേഹം മാത്രമായിരുന്നു അവൾക്ക് ആകെയുണ്ടായിരുന്നൊരാശ്വാസം. അതും കൂടി നഷ്ടപ്പെട്ടപ്പോൾ ഇനി എന്തിനാണ് അവളിവിടെ നിൽക്കുന്നത്? എവിടേക്കെങ്കിലും അവൾക്ക് എവിടെ നിന്നും പോയിക്കൂടെ? രേവതിക്കുട്ടിയുടെ അടുത്തേക്കോ മറ്റേതെങ്കിലും ജോലി തേടിയിട്ടൊക്കെ പോയിക്കൂടെ? അലീനയുമായി സംസാരിക്കാൻ വേണ്ടിയിട്ട് മനു അടുക്കളയിലേക്ക് പോയി. അടുക്കളയിലെ നടുത്ത സ്ലാബിനടിയിൽ ചുരുണ്ടുകൂടിയിരിക്കുന്ന അവളെ കണ്ട് മനു ആകെ ഞെട്ടിപ്പോയി. ഇതൊരു മനുഷ്യരൂപമായിരുന്നില്ല. ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ മുടിയൊക്കെ അലങ്കോലമായി എന്തോ കണ്ട് പേടിച്ച് ഭ്രാന്ത് പോലെയായിരുന്നു. അലീനയുടെ കണ്ണുകളാകെ ശൂന്യമായിരുന്നു. മനു ചോദിക്കുന്നത്, നിനക്ക് എന്തു പറ്റി? ആരാ നിന്നെ വഴക്ക് പറഞ്ഞത്? ആരെങ്കിലും നിന്നെ ദേഹോപദ്രവം ചെയ്തോ? മനുവിൻ്റെ വാക്കുകളിൽ ആദി നിറഞ്ഞു. മനുവിനെ കണ്ടപ്പോൾ അവൾ അവിടെ നിന്നും ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ ശരീരം അതിനൊന്നും അനുവദിച്ചില്ല. അവൾ കുഴിഞ്ഞു വീണാൻ പോയപ്പോൾ മനു ഓടിച്ചെന്നിട്ട് അവളെ പിടിച്ചു. മനുവേട്ട, എന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. മേഡത്തിനും കുട്ടികൾക്കും മുത്തശ്ശിക്കും ആർക്കും എന്നെ വേണ്ട. എന്നോട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാനാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അലീനയുടെ സ്വരം നേർത്തു. മനു അവളെ നിർബന്ധിച്ചു. നീ വാ, നിന്നെ ഞാൻ കൊണ്ടുപോവാം. അങ്കിളുടെ ഇഷ്ടക്കേടൊന്നും നീ നോക്കണ്ട. നിനക്ക് രേവതിക്കുട്ടിയുടെ വീട്ടിലേക്ക് പോകണോ അതോ മറ്റെവിടേക്കെങ്കിലും പോകണോ? ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇവിടെ നിൽക്കണ്ട. ഈ വീട്ടിൽ അങ്കിളുടെ പിന്തുണ മാത്രമേ നിനക്കുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം തന്നെ സ്വന്തം കാര്യത്തിന് മാത്രം ജയം കാണാൻ നിൽക്കുന്നവരാണ്. എന്നാൽ ആ ഭ്രാന്തിയുടെ ഭാവം മാഞ്ഞുപോയി. അവളുടെ കണ്ണുകളിൽ വീണ്ടും ദൃഢത തെളിഞ്ഞു. ഇല്ല മനുവേട്ട, എനിക്കിവിടെ നിന്നും പോവാൻ പറ്റില്ല. ഇപ്പോൾ കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. ഞാൻ പറയാം. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എല്ലാ കാര്യങ്ങളും മനുവേട്ടനോട് തുറന്നു പറയാം. ഇപ്പോൾ എന്നോടൊന്നും ചോദിക്കരുത്. അലീനയുടെ മനസ്സിലും ബാലചന്ദ്രൻ്റെ മനസ്സിലും ഒരേ വലിയ രഹസ്യം തന്നെയായിരുന്നു മനുവിന് മനസ്സിലായി. ആ രഹസ്യം മറ്റുള്ളവർ ആരോപിക്കുന്നത് പോലെ ഒരു മോശപ്പെട്ട ബന്ധമൊന്നുമല്ല എന്ന് മനുവിന് ഉറപ്പായിരുന്നു. രോഹിത്തിനോടുള്ള മനുവിൻ്റെ ചോദ്യം അത് തെളിയിക്കുന്നു. പഠിച്ച പണി 18 നോക്കിയിട്ടും അവൾ നിനക്ക് വഴങ്ങിയില്ല എന്ന് മനസ്സിലായപ്പോഴല്ലേടാ നീ അവളോട് ഇത്രയും ശത്രുത പുലർത്തുന്നത്? അലീനയുടെ സ്വഭാവത്തിൽ മനുവിന് സംശയമേ ഉണ്ടായിരുന്നില്ല. എങ്കിലും വൈജയന്തി മനുവിനെ വിടാൻ ഒരുക്കമില്ലായിരുന്നു. നീയല്ലേ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? എങ്ങനെയെങ്കിലും നീ അവളെ ഇവിടെ നിന്നും കൊണ്ടുപോകണം. എനിക്ക് ഇനി ഇവളെ വേണ്ട. എൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയിട്ട് എത്ര ദിവസങ്ങളായിന്നറിയോ? ഒരു ജോലിക്കാരിയുള്ളത് കൊണ്ടാണോ ആൻറ്റിക്ക് ഇത്ര സ്വസ്ഥതക്കേട്? മനു ചോദിച്ചു. അതേടാ, എനിക്കിവൾ സ്വസ്ഥതക്കേട് തന്നെയാണ്. എനിക്കിവളെ വേണ്ട.
വേറെ ആരെയും പകരത്തിന് വെച്ചാലും എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ ഇവളിവിടെ വേണ്ട. വൈജയന്തിയുടെ വാക്കുകൾ കടുത്ത പക നിറഞ്ഞു. നീ ഈ മാരണത്തിനെ തലയിൽ വെച്ചതെങ്കിൽ നിന്നെ തന്നെ അവളെ കെട്ടി നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോടാ. വൈജയന്തിയുടെ ഈ വാക്കുകൾ മനുവിനെ തളർത്തി. അത് ഞാൻ ആലോചിച്ചോളാം. അവളെ കെട്ടാനൊക്കെ എനിക്കിഷ്ടമാണെന്നിങ്ങനെ മനു പ്രതികരിച്ചെങ്കിലും അലീനയുടെ വിഷാദഭാവം അവിടെ തന്നെ ബാക്കിയായി. വൈജയന്തി തൻ്റെ ഭർത്താവിനെതിരെ തിരിഞ്ഞ ബാലചന്ദ്രൻ്റെ കടുംപിടുത്തത്തിൽ കലി പൂണ്ട് സഹോദരനായ രാജീവിനെ വിളിച്ചു. മനുവിൻ്റെ കയ്യിൽ ഒതുങ്ങിയില്ലെങ്കിലും ഞാൻ വരാം എന്ന് പറഞ്ഞ് രാജീവൻ ആ വാക്ക് നിർത്തി. ഇതൊരു അവസരമായി കണ്ട് ഹരിശങ്കറും വീട്ടിലേക്കെത്തി. അലീനയെ കണ്ണെടുത്താൽ കണ്ടൂടായിരുന്നു ഹരിക്ക്. ആൻറ്റിയുടെ പക്ഷം നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ ജയമെന്ന് മനസ്സിലാക്കി അവൻ വൈജയന്തിയോട് പറഞ്ഞു, ഞാൻ അവളെ തൊട്ടാൽ അത് സ്ത്രീപീഡന കേസാവും. അതിനാൽ നീയും നിന്റെ മകളും ചേർന്ന് അവളെ പുറത്താക്കുക. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അവൾ കട്ടു മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ മതി. ഞാനിവിടെ ഒരു കാഴ്ചക്കാരനായിട്ട് നിന്നോളാം. ഹരിശങ്കറിൻ്റെ വാക്ക് ഒരു ദുർബുദ്ധി പോലെ വൈജയന്തിക്കും ബബിതയ്ക്കും ധൈര്യം നൽകി. കലി പൂണ്ട വൈജയന്തി ബബിതയും ഹരിശങ്കറിനെയും പിന്തുണയോടെ തന്നെ അടുക്കളയിലെ കോണിയിലെ അലീനയുടെ അടുത്തേക്ക് ചെന്നു. അകന്നുപോയ മനുഷ്യത്വത്തിൻ്റെ കണിക പോലും അവശേഷിക്കാതെ ക്രൂരതയോടെ അവരെ പിടിച്ചു വലിച്ച് ഹാളിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോയി. ആർക്കുമില്ലാത്തവളായി നിസ്സഹായയായി അവൾ കരഞ്ഞു. എന്നെ ഒന്നും ചെയ്യരുത്. ദൈവത്തെ ഓർത്ത് ഞാൻ നിങ്ങൾക്കാർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല, അവൾ യാചിച്ചു പറഞ്ഞു. എങ്കിലും അവരുടെ ചെവികളിൽ ദയയുടെ സ്വരം എത്തിയില്ല. അവർ അവളെ വീടിൻ്റെ പടിക്കെട്ടുകൾക്ക് പുറത്തേക്ക് തള്ളിയിട്ടു. പിന്നാലെ അവളുടെ പെട്ടിയും ബാഗും എല്ലാം തന്നെ പറന്നെത്തി താഴേക്ക് മുറ്റത്തേക്ക് വീണു. അവളുടെ കൺമുന്നിൽ ആ വീടിൻ്റെ വലിയ ഗേറ്റ് ടപേ എന്ന ശബ്ദത്തോടെ അടയ്ക്കപ്പെട്ടു. അവർ വിജയികളെ പോലെ അകത്തേക്ക് കയറിപ്പോയി. അലീന തകർന്ന മനസ്സോടെ കുന്നുകൂടിയ തൻ്റെ സാധനങ്ങളുടെ അടുത്തേക്ക് ഒരില കൊഴിഞ്ഞ മരം പോലെ നിന്നുപോയി. ഈ ക്രൂരതയുടെ ഓരോ രംഗവും മുകളിൽ നിന്ന് ബാലചന്ദ്രൻ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അഗ്നി പടർന്നു. അത് രോഷാഗ്നിയായിരുന്നു. തൻ്റെ വീടിലെ അന്തസ്സ് തകർത്തതിലുള്ള അമർഷം ഒരു കൊടുങ്കാറ്റ് പോലെ അദ്ദേഹം താഴേക്കിറങ്ങി വന്നു. ആദ്യം ലക്ഷ്യം വെച്ചത് ഹരിശങ്കറിനെയായിരുന്നു. ബാലചന്ദ്രൻ്റെ കൈത്തലം ഹരിയുടെ കർണത്ത് ഒരു ഇടിനാദം പോലെ പതിച്ചു. എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിന്നു. ആ വീട്ടിലെ ശാന്തത ഭേദിക്കപ്പെട്ടു. അത് നിന്റെ ചെറിയച്ഛന് കൊടുക്കേണ്ടതായിരുന്നു. മോന് കൊടുത്തു എന്ന് മാത്രം, ബാലചന്ദ്രൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരു ഇടിമുഴക്കം പോലെ ഹാളിൽ നിറഞ്ഞു. ഇതാര് തന്നതാടാ നിനക്ക് ഈ അധികാരം? ഇതെൻ്റെ വീടാണ്. കൊല്ലപ്പള്ളിയിലെ നിന്റെ അച്ഛൻ പണിത വീടൊന്നുമല്ല ഇത്. ഇവിടെ വന്നിട്ട് ഈ തെണ്ടിത്തിരക്കെ കാണിക്കാൻ നിനക്ക് ആരാടാ അധികാരം തന്നത്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ മേലാൽ എൻ്റെ കുടുംബത്തിൽ കാലെടുത്ത് കുത്തരുതെന്ന്? ഞാൻ ചത്തു എന്ന് വിചാരിച്ചിട്ടാണോ നീ ഇങ്ങോട്ടേക്ക് വന്നത്? ബാലചന്ദ്രൻ ദേഷ്യം കൊണ്ട് വിറച്ചു. വൈജയന്തി തൻ്റെ സഹോദരപുത്രനെ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നു. അതെൻ്റെ സഹോദരൻ്റെ മോനാണ്. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം അവൻ ഇങ്ങോട്ടേക്ക് വരാം, അവൾ വാദിച്ചു. നീ കൊണ്ടുപോടി നിന്റെ സഹോദരൻ്റെ മോനെയൊക്കെ നിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് സൽക്കരിക്ക്. ഇവിടെ എനിക്കുള്ളത് എൻ്റെ 2 പെൺമക്കളുണ്ട്. അലീനയടക്കം 3 പെൺകുട്ടികൾ താമസിക്കുന്ന വീടാണിത്. ഇവനെപ്പോലൊരു തെണ്ടിയെ ഈ വീട്ടിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. ഇവൻ മാത്രമല്ല, നിന്റെ വീട്ടിൽ നിന്നും മനു ഒഴികെ വേറെ ആരും ഈ വീട്ടിലേക്ക് വരേണ്ട കാര്യമില്ല. ബാലചന്ദ്രൻ്റെ വാക്കുകൾ അന്തിമമായിരുന്നു. വൈജയന്തിയുടെ സ്വരം വീണ്ടും ഉയർന്നു. ഇതെൻ്റെ സ്വന്തക്കാരല്ലേ? എൻ്റെ വീട്ടുകാരെ അവരെങ്ങോട്ടേക്ക് വന്നാൽ എന്താ കുഴപ്പം? ഗോവർദ്ധനൻ ഇങ്ങോട്ടേക്ക് വരാറുണ്ടല്ലോ, ഞാൻ വല്ലതും പറയാറുണ്ടോ? അന്നേരം ബാലചന്ദ്രൻ പറഞ്ഞിട്ട് അവൻ ഇങ്ങോട്ടേക്ക് വരുന്നത് പെണ്ണുങ്ങളെ കയറി പിടിക്കാനൊന്നുമല്ല, അവൻ മാന്യമായി കാര്യങ്ങൾ പറയാനാണ്. നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. അവനെ ഇനി എൻ്റെ കൺമുന്നിൽ കണ്ട കൊല്ലപ്പള്ളി വരെ ഞാൻ അങ്ങോട്ടേക്ക് തല്ലി ഓടിക്കും. ബാലചന്ദ്രൻ്റെ വാക്കുകൾ വാളായി ഉപയോഗിച്ചു. ഹരിശങ്കർ അലീനയുടെ മുന്നിൽ നാണം കെട്ട് അപമാനിതനായി നിന്നു. ബാലചന്ദ്രൻ അവനെ തല്ലിയോടിച്ച് വാതിൽക്കൽ നിന്ന് അകത്തേക്ക് നടന്നപ്പോൾ അദ്ദേഹം നേരെ ചെന്നത് മുറ്റത്ത് തലകുനിച്ച് നിൽക്കുന്ന അലീനയുടെ അടുത്തേക്കായിരുന്നു. മക്കളുടെയും ഭാര്യയുടെയും ബന്ധുക്കളുടെയും കൺമുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ അലീനയെ ചേർത്ത് പിടിച്ചു. ആ ആശ്ലേഷം ഒരു സ്നേഹനിബന്ധത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നില്ല, മറിച്ച് ഒരു വലിയ അധികാരത്തിൻ്റെ കൈമാറ്റത്തിൻ്റെ മുദ്രയായിരുന്നു. നീ എന്തിനാണ് ഇതൊക്കെ സഹിക്കുന്നത് അലീന? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ വീട് എൻ്റെ പേരിലാണ്. ഞാൻ കഴിഞ്ഞിട്ട് ഇവിടെ ആർക്കും സ്ഥാനമുള്ളൂ. ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ അവസാനത്തെ വാക്ക്. പിന്നെ നീ എന്തിനാണ് മറ്റുള്ളവരെ പേടിക്കുന്നത്? അദ്ദേഹം അവളെ ഓർമ്മിപ്പിച്ചു. ഞാനല്ലേ നിനക്ക് ശമ്പളം തരുന്നത്? ഞാനല്ലേ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയേക്കുന്നത്? മറ്റാർക്കും നിന്നെ വേണ്ടെങ്കിൽ നിനക്കും അവർ വേണ്ട. ഇനി നീ വൈജയന്തിയുടെ അമ്മയുടെ കാര്യങ്ങളൊന്നും നോക്കാൻ പോവണ്ട. അതൊക്കെ അവൾ തന്നെ നോക്കിക്കോളും. നിന്നോട് ഞാൻ ഏൽപ്പിച്ച ജോലികൾ മാത്രം നീ ഇവിടെ ചെയ്താൽ മതി. അത് നിനക്ക് ഓർമ്മയില്ലേ? കരഞ്ഞുകൊണ്ട് തന്നെ അലീന തലയാട്ടി. ഓർമ്മയുണ്ട് എന്ന് മൗനമായി അറിയിച്ചു. നിനക്ക് പൂച്ചയായി നിന്ന ഈ വീട്ടിൽ ഒരു രക്ഷയും ഉണ്ടാവില്ല. എല്ലായ്പ്പോഴും എൻ്റെ കണ്ണ് നിന്റെ മേലുണ്ടാവില്ല. അതുകൊണ്ട് ഇനി നീ പൂച്ചയായി നിന്നാൽ പോരാ, പുലിയാവണം. ഇനി നീയാണ് ഈ വീട് ഭരിക്കേണ്ടത്.
ഞാൻ കഴിഞ്ഞ നീ ഇവിടെ ഒരു കൊച്ചമ്മമാരെയും പേടിക്കേണ്ട കാര്യമില്ല. ഈ വീടിൻ്റെ ഭരണം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ബാലചന്ദ്രൻ്റെ ഈ വാക്കുകൾ വൈജയന്തിയെ ഭ്രാന്ത് പിടിച്ചു. അവളുടെ ഉള്ളിലെ തീ ആളിക്കത്തി. എൻ്റെ മകൾക്കും എനിക്കുമില്ലാത്ത എന്ത് സ്ഥാനമാണ് ഈ വേലക്കാരിക്ക് നിങ്ങൾ കൊടുക്കുന്നത്? സത്യം പറയൂ, ഇവളുമായിട്ട് നിങ്ങൾക്ക് എന്ത് ബന്ധമാണുള്ളത്? അവൾ ഉച്ചത്തിൽ അലറി. ബാലചന്ദ്രൻ ഒരു നിമിഷം അവളെ ഒന്ന് നോക്കിയിട്ട് പരിഹാസത്തോടെ പറഞ്ഞു, ആ നീ ഉദ്ദേശിച്ച ബന്ധം തന്നെയാടി. നിന്റെ മനസ്സിൽ അങ്ങനത്തെ ബന്ധമല്ലേ വരുള്ളൂ. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. നീ ഉദ്ദേശിച്ച ബന്ധം തന്നെയാണെന്ന് കരുതിക്കോ. ബാലചന്ദ്രൻ്റെ ഈ മറുപടി വൈജയന്തിയിലെ മാനസിക നില തെറ്റിച്ചു. സിംഗപ്പൂരിൽ നിന്നും സ്വന്തം സഹോദരനെ കൊണ്ടുവന്നിട്ടും മറ്റാരൊക്കെ വിളിച്ചിട്ടും അലീനയെ ഈ വീടിൻ്റെ പടിയിറക്കാനൊന്നും തന്നെ അവൾക്ക് കഴിഞ്ഞില്ല. ബാലചന്ദ്രൻ്റെ തീരുമാനങ്ങൾ മാത്രമാണ് അവിടെ നടക്കുന്നത്. വൈജയന്തി ഭരിച്ചിരുന്ന ആ വീട് ഇപ്പോൾ ബാലചന്ദ്രൻ്റെ കണിശമായ ഭരണത്തിൽ കീഴടങ്ങി. ഒരു വര വരച്ചാൽ അവിടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ വൈജയന്തിക്ക് വലിയ അപമാനമായി തോന്നി. ഒരു ജോലിക്കാരിയുടെ മുന്നിൽ തരം താഴ്ന്നു ഓരോ നിമിഷവും അവൾ പൊള്ളലേറ്റതുപോലെ അനുഭവപ്പെട്ടു. സ്വന്തം സഹോദരൻ പോലും ബാലചന്ദ്രനും അലീനക്കും ഒപ്പമാണ് എന്ന് മനസ്സിലാക്കിയ വൈജയന്തി ഈ വേലക്കാരിയെയും ഭർത്താവിനെയും തമ്മിലുള്ള ആത്മബന്ധം എന്താണെന്ന് ആലോചിച്ച് മതിമറന്നു നിന്നു. ഈ സംഭവങ്ങൾക്കെല്ലാം ഒടുവിൽ രേവതിക്കുട്ടിയും മാമച്ചനും അലീനയെ കൂട്ടിക്കൊണ്ടുപോവാനായി വീട്ടിലേക്കെത്തി. അലീന ഇവിടെ നിന്നും പോയാൽ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്ന വിശ്വാസത്തോടെയായിരുന്നു അവർ വന്നത്. രേവതിക്കുട്ടിയെ കണ്ടപ്പോൾ അലീനയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. ഈ കുടുംബം തകരാൻ കാരണം താനല്ലെന്ന് ബോധ്യപ്പെടുത്താൻ അവൾ രേവതിക്കുട്ടിയോട് രഹസ്യമായി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. മാമച്ചായൻ അലീനയെ കൊണ്ടുപോവാൻ ശ്രമം നടത്തിയപ്പോൾ വൈജയന്തി ബാലചന്ദ്രനോടുള്ള ദേഷ്യമെല്ലാം തന്നെ അവരുടെ മുന്നിൽ അങ്ങ് തീർത്തു. അവളോട് ഇവിടെ നിന്നും പോവാൻ പറഞ്ഞിട്ട് അവൾ പോകുന്നില്ല എന്ന ഭാവത്തിൽ തന്നെ അവർ നിന്നു. എന്നാൽ ബാലചന്ദ്രൻ്റെ ശബ്ദം അപ്പോഴും ആ വീട്ടിൽ മുഴങ്ങി. അലീനയെ പറഞ്ഞയക്കാൻ എനിക്ക് സമ്മതമല്ല. എൻ്റെ സമ്മതമില്ലാതെ അലീന എവിടെ നിന്നും പോവുകയുമില്ല. നിങ്ങൾ അവളോട് ചോദിച്ചു നോക്കൂ, എൻ്റെ സമ്മതമില്ലാതെ അവൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുമോന്ന്. അലീനയും രേവതിക്കുട്ടിയും മാമച്ചായനും ഒരുപോലെ തന്നെ ആ സത്യം അറിഞ്ഞിരുന്നു. അലീനയ്ക്ക് പോവാൻ സമ്മതമല്ല. അവൾ ആ ഉറച്ച വാഗ്ദാനത്തിൽ ബന്ധിതയാണ്. അലീനയുടെ ആ ഒരു തീരുമാനം രേവതിക്കുട്ടിക്കും മാമച്ചനും വലിയ വിഷമമുണ്ടാക്കി. നിസ്സഹായയായി അവർക്ക് തിരിച്ചു പോവേണ്ടി വന്നു. അലീന വീണ്ടും ആ വീട്ടിൽ ഒരു സാധാരണ വേലക്കാരിയായി തന്നെ ജീവിച്ചു. എന്നാൽ ഈ സംഭവങ്ങളൊന്നും തന്നെ മുത്തശ്ശിയുടെ ഇഷ്ടക്കുറവിനെ മാറ്റിയില്ല. മുത്തശ്ശിയുടെ മനംമാറ്റം അലീനയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരു വലിയ ലക്ഷ്യം പൂർത്തിയാക്കാൻ എല്ലാ വേദനകളും സഹിച്ച് പുലിയായി മാറാനുള്ള ആ ആജ്ഞ ശിരസാ വഹിച്ച് അലീന അവിടെ തന്നെ തുടർന്നു. കുടുംബനാഥനായ ബാലചന്ദ്രൻ തന്നിൽ അർപ്പിച്ച വിശ്വാസവും താൻ ഏറ്റെടുത്ത രഹസ്യ ദൗത്യവുമാണ് അവളുടെ ഏറ്റവും വലിയ ശക്തി.